السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തു അംബിയായിലെ 17 വരെയുള്ള ആയത്തുകളാണ് നമ്മളെടുത്തത്. എടുക്കേണ്ടത് 18ആണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون بسم الله الرحمن الرحيم. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്തുകളിൽ പറഞ്ഞത് ആകാശഭൂമികളെ അല്ലാഹു തആല കളിയായി സൃഷ്ടിച്ചതല്ല, അതിനെല്ലാം കൃത്യമായ ലക്ഷ്യമുണ്ട്. അല്ലാതെ യാതൊരു ലക്ഷ്യവുമില്ലാതെ അല്ലാഹു തആല വെറുതെ അങ്ങനെ കുറെ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടതല്ല. ഇത് അങ്ങനെ അല്ലാഹു തആലക്ക് വല്ല വിനോദവുമാണ് ഉദ്ദേശമെങ്കിൽ അത് പടച്ച റബ്ബിന് ഭാരതത്തിലെ പലതും ചെയ്യാമായിരുന്നു. അല്ലാതെ ഇങ്ങനെ ആകാശവും ഭൂമിയും മനുഷ്യരും ജിന്നുകളും ഒക്കെ ഇങ്ങനെയുള്ള ഈ ഒരു അത്ഭുതകരമായ സൃഷ്ടിപ്പൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഈ പറയുന്നതൊക്കെ അസത്യമാണ്. ഇതൊക്കെ വെറുതെ അവരുടെ ഒരു ഉണ്ടാക്കി പറയുക, ഊഹിച്ച് പറയുക, വ്യാജമായി പറയുക, യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അവരങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. പടച്ചറപ്പിനെ കുറിച്ചും സൃഷ്ടിപ്പിനെ കുറിച്ചുമൊക്കെ അവര് പറഞ്ഞുണ്ടാക്കുന്ന കേവലമായ ജൽപ്പനങ്ങൾ മാത്രമാണ്. അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ബൽ നഖദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിലി ഫയദ്മഉഹു ഫഇദാ ഹുവ സാഹിഖ്. എന്നാൽ ബൽ നഖദിഫു ബിൽ ഹഖ്ഖി,
ഹക്കുമായി നാം എറിയും എന്ന നേരത്തെ എറിയണം. അതിൽ ബാത്തിലിന് നേരെ സത്യത്തെ കൊണ്ട് നാം എറിയും. അങ്ങനെ ആ ഹക്ക് ഈ ബാത്തിലിനെ തകർത്ത് കളയും. അങ്ങനെ അത് നശിക്കും, അത് ഇല്ലാതായി പോവുക തന്നെ ചെയ്യും. എന്ത് ബാത്തിൽ അവർ കൊണ്ടുവന്നാലും, എന്തെല്ലാം വ്യാജമായത് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചാലും അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നിലനിൽക്കുക ഹക്ക് മാത്രമാണ്. സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ, അസത്യത്തിന് ഇവിടെ നിലനിൽപ്പില്ല. അതാണ് അല്ലാഹു പ്രയോഗമായി ഇവിടെ പ്രയോഗിച്ചത്. അതായത് അല്ലാഹു സത്യത്തെ അയക്കും, സത്യം സ്ഥാപിക്കും. അങ്ങനെ ആ സത്യം സ്ഥാപിക്കുക വഴി അസത്യം ഇവിടെ ഇല്ലാതായി തകർന്നടിഞ്ഞ് പോകുമെന്നാണ് ആശയം. എന്ന് പറഞ്ഞാൽ നേരെ വാക്കർത്ഥം റമ, എറിഞ്ഞു എന്നാണ് നേരെ ആ വാക്കിന് അർത്ഥം. അല്ലാഹു തആല ഈ ഹക്കിനെ കൊണ്ട് സത്യത്തിന് നേരെ എറിയും എന്ന് പറഞ്ഞാൽ ഹക്കിനെ അയക്കും. അങ്ങനെ ഹക്ക് ഇവിടെ സ്ഥാപിതമാകും. അപ്പോൾ സ്വാഭാവികമായും ബാത്തില് ഇല്ലാതായി പോകും എന്നതിനുള്ള ഒരു പ്രയോഗമാണ് എന്ന പ്രയോഗം അല്ലാഹുവിടെ പ്രയോഗിച്ചത്. എറിയുക എന്നാണ് നേരെ വാക്കർത്ഥം. അങ്ങനെ അതതിനെ തകർത്ത് കളയുമെന്നാണ്. ദമഗ ശരിക്ക് ഭാഷാപരമായി അസ്ലിയായി ഉപയോഗിക്കുക വല്ല കല്ലൊക്കെ എടുത്ത് തലക്ക് കുത്തിയിട്ട് തല ആകെ ചതച്ച് തലയോട്ടി കാണുമാറുള്ള രൂപത്തിൽ പരിക്കേൽപ്പിച്ചാൽ അതിനാണ് ശരിക്കും ഭാഷയിൽ ദമഗ എന്ന പദം അസ്ലിയായിട്ട് ഉപയോഗിക്കുക. ദിമാഗ് എന്ന് പറയും. ദിമാഗ് തലച്ചോറിനാണ് ദിമാഗ് എന്ന് പറയുക. അപ്പൊ അതിനാണ് ദമഗ എന്ന പദം. അപ്പൊ അതിനാണ് പറ്റ തകർത്ത് കളയും എന്ന അർത്ഥത്തിൽ അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ദമഗു എന്ന പ്രയോഗം. അതിനാണ് പൊതുവെ അറബികൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ ഹക്ക് വന്നു കഴിഞ്ഞാൽ ബാത്തില് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോകും. അപ്പോഴതാ ആ ബാത്തിൽ അത് തകർന്നു പോകുന്നു. ഹാലിക് തകർന്നു, നശിച്ചു എന്നൊക്കെയാണ് എന്ന പദത്തിന് അർത്ഥം. അപ്പൊ ഇതുവഴി ഈ സത്യം വരിക വഴി അസത്യം ഇവിടെ തകരുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞ ആശയമാണ്. ഇവിടെ ഹക്കുദ്ദേശം ഖുർആനാണ്. ആ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചു. ഈ സൂത്രങ്ങളുടെ കാലത്ത് ശക്തമായി നബിക്കെതിരെ, സ്വഹാബികൾക്കെതിരെ എല്ലാ തരത്തിലുമുള്ള പീഡനങ്ങൾ വ്യാപകമായ കാലമാണ്. ഖുർആൻ തള്ളിക്കളയുകയാണ്. അതൊക്കെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയാണെങ്കിലും ഇത് ഹക്കാണ്. ഈ ഹക്ക് ഇവിടെ വരുന്നതോടുകൂടി ബാത്തിൽ ഇവിടെ തകർന്ന് തരിപ്പണമായി നാമാവശേഷമായി പോവുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല ഉറപ്പിച്ച് പറയുകയാണ്. അതാണ് പിന്നീട് ഉണ്ടായതും. അവിടെ ഖുർആന് മേധാവിത്വമുണ്ടായി, നബിക്കും സഹാബത്തിനും അവിടെ ആധിപത്യം നേടി, അല്ലാത്തവരൊക്കെ ഒന്നുമല്ലാതായി ഇല്ലാതായി പോവുകയും ചെയ്തു. അപ്പൊ അത് ചെയ്യുമെന്നല്ല പറഞ്ഞു, അതുണ്ടായി. അപ്പോഴതാ അത് നശിച്ചു പോകുന്നു, ഇല്ലാതായി തകർന്നു പോകുന്നു എന്നാണ് അർത്ഥം. വലക്കും നിങ്ങൾക്കുണ്ട് അൽ വൈൽ നാശമുണ്ട്, ശിക്ഷയുണ്ട്, പാരത്രികമായ നരകശിക്ഷ നിങ്ങൾക്കുണ്ട്. മിമ്മാ തസിഫൂൻ, നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് നാശം തന്നെയാകുന്നു. വസഫ യസിഫു, വിശേഷിപ്പിക്കുക, വിശേഷിപ്പിക്കാതെ നേരത്തെ വസഫ സിഫത്ത് വിശേഷിപ്പിക്കുക. വസഫ യസിഫു തസിഫൂന മിമ്മാ തസിഫൂന, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന, നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ കാര്യങ്ങളാൽ നിങ്ങൾക്ക് നാശം. വസഫ യസിഫു തസിഫു, തസിഫൂന വസ്ഫ് വിശേഷണം, വസ്ഫ് സിഫത്ത് എന്നൊക്കെ പറഞ്ഞ് വിശേഷണം. നിങ്ങൾ അള്ളാഹിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും നബിയെ കുറിച്ചും ഒക്കെ എന്തെല്ലാമോ നിങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് നാശം, പരലോകത്ത് നഷ്ടമായി മാറുമെന്നല്ലാതെ അതൊന്നും ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. അതൊക്കെ തകർന്നടിഞ്ഞൊക്കെ തന്നെ ചെയ്യും. അത് തകർക്കാവുന്ന ഹക്ക് അല്ലാഹു തആല അവതരിപ്പിക്കും. ആ ഹക്ക് ഇവിടെ വിജയിക്കും. ഈ ബാത്തിൽ ഇല്ലാതായി
പോവുകയും ചെയ്യും. അള്ളാഹിനെ കുറിച്ച് പലതും പറഞ്ഞവർ മക്കളുണ്ട് എന്ന് പറഞ്ഞു, പങ്കുകാരുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹ് നിഷേധിക്കുന്ന ആളുകളുണ്ടായി, അള്ളാഹ്ക്ക് ഇല്ലാത്ത വിശേഷങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളുണ്ടായി. പടച്ച റബ്ബിനെ പറ്റി ഒരുപാട് അത്തരം ഇല്ലാത്ത ധാരാളം വിശേഷങ്ങൾ അവരൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചു. നബിയെക്കുറിച്ചും കവിയാണ്, മായാജാലക്കാരനാണ്, ഭ്രാന്തനാണ് തുടങ്ങി ധാരാളം വിമർശനങ്ങൾ നബിക്കെതിരെ പറഞ്ഞു. ഖുർആൻ ദൈവികമല്ല എന്ന് പറഞ്ഞു, പൈശാചികമാണ് എന്ന് പറഞ്ഞു, മനുഷ്യന്റെ വചനമാണ് എന്ന് പറഞ്ഞു, എന്തെല്ലാമോ പിച്ചയും വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഉണ്ടാക്കി പറയുന്ന എന്തെല്ലാം വിശേഷണങ്ങൾ നിങ്ങൾ വിശേഷിപ്പിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് നാശമാകുന്നു. വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ, നിങ്ങൾ ആ വിശേഷിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നാശം തന്നെയാകുന്നു. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, വലഹു അല്ലാഹുവിൻ്റെതാണ്, അവനുള്ളതാണ്. മൻ ഫിസ് സമാവാത്, ആകാശങ്ങളിൽ ഉള്ളവർ മുഴുവനും അവൻ്റെതാണ്. വൽ അർദി, ഭൂമിയിലുള്ളവരും മുഴുവനും അവൻ്റെതാകുന്നു. അല്ലാഹുവിനല്ലാത്ത ഒന്നുമില്ല. ആകാശത്താവട്ടെ ഭൂമിയിലാവട്ടെ ആരെല്ലാം ഉണ്ടോ, ഏതെല്ലാം ജീവികളുണ്ടോ അത് മുഴുവനും പടച്ച റബ്ബിൻ്റെതാണ്. അവൻ്റെ അധികാരത്തിലും അവകാശത്തിലും ഇല്ലാത്ത, അവൻ്റെ സൃഷ്ടികളല്ലാത്ത, അവൻ്റെ നിയന്ത്രണാധികാരത്തിന് പുറത്തു പോകുന്ന ഒരാളും തന്നെ ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാകട്ടെ അവിടെയുള്ള മുഴുവനും അവൻ്റെതാണ്, അല്ലാഹുവിനുള്ളതാണ്. മാത്രവുമല്ല വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തി, വമൻ ഇൻദഹു അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളവർ, വമൻ ഇൻദഹു അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളവർ അഥവാ മലക്കുകൾ, ആകാശലോകത്തുള്ള മലക്കുകളെയാണ് ആ പ്രയോഗത്തിലുള്ള അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ആ മലക്കുകൾ അതല്ലാത്ത മറ്റു വല്ല സൃഷ്ടികളും ഉണ്ടെങ്കിൽ അവരും തന്നെ, അവരൊക്കെ തന്നെയും വമൻ ഇൻദഹു റബ്ബിന്റെ പക്കലുള്ള ആളുകൾ ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം കാണിക്കുന്നില്ല അൻ ഇബാദത്തിഹി, അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ ഒരു കിബറും അവർക്കില്ല. ലാ യസ്തക്ബിറൂൻ, കിബറില്ല, അഹങ്കാരം. നിങ്ങൾക്കല്ലേ അഹങ്കാരം, നിങ്ങൾക്കല്ലേ അല്ലാഹുവിനെ അംഗീകരിക്കാൻ പ്രയാസം, നിങ്ങൾക്കല്ലേ നബി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരാൻ പ്രയാസം. എന്നാൽ അല്ലാഹുവിന്റെ പക്കലുള്ള മലക്കുകൾ, കോടാനുകോടി മലക്കുകൾ, അവരതാ യാതൊരു അഹങ്കാരവുമില്ലാതെ അല്ലാഹുക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. പടച്ച റബ്ബിനെ കീഴ്പ്പെടാൻ, അവന് വിധേയപ്പെടാൻ, ഇബാദത്ത് ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാതെ ഒരു അഹങ്കാരവുമില്ലാതെ അവർ ചെയ്യുന്നു എന്ന് മാത്രമല്ല വലാ യസ്തഹ്സിറൂൻ, അവർക്കൊട്ട് മടുപ്പുണ്ടാകുന്നുമില്ല. ഹസറ യഹ്സിറൂൻ, മടുക്കുക, തളരുക, ക്ഷീണിക്കുക എന്നൊക്കെയാണ് നേരവാക്കർത്ഥം. ക്ഷീണിച്ച് തളർന്ന് പിറകോട്ട് പോകുമ്പോഴാണ് സാധാരണ ഹസറ എന്ന പദം അറബികൾ ഉപയോഗിക്കാറുള്ളത്. സാധാരണ ഒട്ടകത്തെക്കുറിച്ചാണ് അവർ വാക്ക് ഉപയോഗിക്കുക. ഒട്ടകം സംഘം ഒന്നിച്ചു പോകുമ്പോൾ ഒരു ഒട്ടകം ഇങ്ങനെ മെല്ലെ നടത്തങ്ങനെ മെല്ലെ സ്ലോവായി ആ കൂട്ടത്തിൽ ഇങ്ങനെ പിന്നിക്ക് പോയാൽ ഹസറൽ ബഈർ എന്ന അറബികൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒട്ടകം ക്ഷീണിച്ചു, അത് തളർന്നു എന്ന അർത്ഥത്തിൽ ഹസറൽ ബഈർ എന്ന് ഉപയോഗിക്കും. അതിൽ നിന്നാണ് ഈ പദം വലാ യസ്തഹ്സിറൂൻ, അവർക്കൊരു ക്ഷീണവുമില്ല, ഒരു മടുപ്പുമില്ല. കുറേ ഭാഗത്ത് തുഞ്ഞിപ്പത്ര മതി, ഇനി മടുത്തു മതിയായി, അത് മലക്കുകൾക്ക് ഉണ്ടാവില്ല. അവർക്കതിന് മടുപ്പോ ക്ഷീണമോ ഒന്നുമില്ല. അവരാവേശപൂർവം പടച്ച റബ്ബിന് വിധേയപ്പെട്ട് അല്ലാഹ് കീഴ്പ്പെട്ട് അവരങ്ങനെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ കുറച്ചാൾ ഇവിടെ അള്ളാഹിനെ കുറ്റം പറഞ്ഞാലോ, അല്ല എന്ന് പറഞ്ഞാലോ, അള്ളാഹിനെ മാത്രം മറന്നിക്കാൻ തയ്യാറാവാതെന്നാലോ, അള്ളാഹ്ക്ക് പങ്കുകാരോട് വിശ്വസിച്ചാലോ അതൊന്നും വലിയൊരു അള്ളാഹ്ക്ക് നഷ്ടമൊന്നുമില്ല. ആ പറഞ്ഞ നിങ്ങൾക്ക് തന്നെയാകുന്നു നഷ്ടമെന്നാണ് റബ്ബ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വല്ലാഹു അഅലം. മൊത്തമർത്ഥം ബൽ യഖരിഫു ബിൽ ഹഖി അലൽ ബാതിലി ഫഇദാഹു ഫയദ്മഗുഹു ഫഇദാഹു വസാഹിഖ്, എന്നാൽ നാം അസത്യത്തെ സത്യം കൊണ്ടെറിയും, അങ്ങനെ ആ സത്യം അസത്യത്തെ തകർത്തു കളയും, അങ്ങനെ അത് നശിക്കുകയും ചെയ്യും. വലക്കുമുൽ വൈലു മിമ്മാ യത്തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നാശം. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം അവനുള്ളതാണ്. വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തി, അവന്റെ അടുക്കലുള്ളവർ അവൻ ആരാധിക്കുന്ന കാര്യത്തിൽ അഹങ്കാരം കാണിക്കുന്നില്ല. വലാ യസ്തഹ്സിറൂൻ, അവർക്കൊട്ട് ക്ഷീണം ഉണ്ടാകുന്നുമില്ല, മടുക്കുന്നുമില്ല. അവർ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ ലാ യഫ്തുറൂൻ, യുസബ്ബിഹൂന അൽ-ലൈൽ, യുസബ്ബിഹൂന അവർ തസ്ബീഹ് ചെയ്യുന്നു, അൽ-ലൈല രാത്രിയിൽ, വൻ-നഹാർ പകലും, രാവും പകലും അവർ പടച്ച റബ്ബിനെ
തസ്ബീഹിൽ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മലക്കുകൾ എപ്പോഴും സദാ ഇബാദത്തിലാണ്, സദാ ഒരു ആരാധനയിലാണ്. ഏത് സമയത്തും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പടച്ച റബ്ബിന്റെ തസ്ബീഹിലാകുന്നു അവർ. നിസ്കരിക്കുന്ന മലക്കുകളുണ്ട്, സുജൂദ് കിടക്കുന്ന മലക്കുകളുണ്ട്, റുകൂഇലായ മലക്കുകളുണ്ട്, തസ്ബീഹിലായ മലക്കുകളുണ്ട്. ഓരോ മലക്കൾക്ക് അല്ലാഹു തആല ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. അത് അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നബി ഞങ്ങൾ പറഞ്ഞു, മാ ഫീഹാ മൗദിഉ ഖദമിൻ, ആകാശലോകത്ത് ഒരു കാൽ വെക്കാനുള്ള സ്ഥലം പോലുമില്ല അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്തുകൊണ്ടല്ലാതെ. അത്രയേറെ മലക്കുകൾ സുജൂദിലാണ്, റുകൂഇലാണ്, പടച്ച റബ്ബിന്റെ ഇബാദത്തിലാണ്, തസ്ബീഹിലാണ്, തഹ്മീദിലാണ്. യാതൊരു മടുപ്പുമില്ല, ഒരു അഹങ്കാരവുമില്ല. അഹങ്കരിക്കാതെ, കിബറില്ലാതെ, മടുക്കാതെ യുസബ്ബിഹൂന ലൈല വന്നഹാർ, രാവും പകലും അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാ യഫ്തുറൂൻ, അവർ ക്ഷീണിക്കുന്നില്ല. ഫതറ യഫ്തുറു, ക്ഷീണിക്കുക, മടുക്കുക എന്നാണ് അർത്ഥം. ഫതറ ഒരു ഇടവേള ഉണ്ടാകുന്ന ശരിക്ക് ഫതറ പറയാം, ഒരു ഗ്യാപ്പ് ഇട, അതിനാണ് ഫതറ യഫ്തുറൂൻ. ലാ യഫ്തുറു, അവർക്കതിന് യാതൊരു മടുപ്പുമില്ലാതെ, ഒരു ഇടവേള പോലുമില്ലാതെ സദാസമയം അവരെ ഏൽപ്പിച്ച തസ്ബീഹാണെങ്കിൽ തസ്ബീഹ്, നിസ്കാരമാണെങ്കിൽ നിസ്കാരം, എന്താണോ അവരെ ഏൽപ്പിച്ചത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മടുപ്പില്ല, ക്ഷീണമില്ല, അഹങ്കാരമില്ല. പൂർണ്ണമായും അല്ലാഹ്ക്ക് വിധേയപ്പെട്ട് അല്ലാഹ് പറഞ്ഞ ആ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആ മലക്കുകൾ അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാതിൽ ഫയദ്മഗഹു ഫഇദാ ഹുവ സാഹിഖ്. വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. يسبحون الليل والنهار لا يفترون. سبحانك اللهم وبحمدك. السلام عليكم.